ജീവിതത്തിൽ ആരും മലിനജലം കുടിക്കാറില്ല. ചീഞ്ഞതും പഴകിയതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ആരുമൊട്ടും കഴിക്കാറുമില്ല. നല്ലത് മാത്രമാണ് നാം എപ്പോഴും നമ്മുടെ ശരീരത്തിന് കൊടുക്കാറുള്ളത്. എങ്കിലും നമ്മുടെ ശരീരം പുറന്തള്ളുന്നത് എന്തൊക്കെയാണ്? നമുക്കാർക്കും സഹിക്കാൻ പറ്റാത്തതും നമ്മളാരും ഇഷ്ടപ്പെടാത്തതുമായ മലിനമായ പല കാര്യങ്ങളുമാണ് ശരീരം പുറന്തള്ളുന്നത്. എന്തുകൊണ്ടാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ശരീരത്തിന് നാം എന്തെല്ലാം കൊടുത്താലും ശരീരം അതിനാവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് മലിനമായതെല്ലാം ശരീരം പുറന്തള്ളും. ഇത് 365 ദിവസം ശരീരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം മലിനമായത് ശരീരത്തിൽ സൂക്ഷിച്ചാൽ അനേക രോഗങ്ങൾക്ക് ഈ ശരീരത്തിന് കാരണമായി തീരേണ്ടി വരും. അതുകൊണ്ട് നല്ലത് സ്വീകരിച്ചിട്ട് ബാക്കിയെല്ലാം ശരീരം പുറന്തള്ളും. ഇതുപോലെയാ സ്നേഹമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അനുദിന ജീവിതത്തിൽ കണ്ണുകളിലൂടെയും ചെവികളിലൂടെയും അധരങ്ങളിലൂടെയും ചിന്തകളിലൂടെയും അനേക കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാറുണ്ട്. നാം എന്ത് സ്വീകരിക്കുന്നോ എന്ത് പുറന്തള്ളുന്നോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. നന്മയെ നാം സ്വീകരിച്ചിട്ട് മോശമായതിനെ പുറന്തള്ളുകയാണെങ്കിൽ നമ്മുടെ ജീവിതവും സന്തോഷമുള്ളതായിത്തീരും. എന്നാൽ നിർഭാഗ്യവശാൽ പലപ്പോഴും മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? തിന്മകളെ അനേകം നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചിട്ട് നന്മകളെ അവൻ പുറത്തു തള്ളുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുന്നത്. സ്നേഹം, സന്തോഷം, സമാധാനം, പ്രത്യാശ, പ്രാർത്ഥന ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതെല്ലാം നമ്മൾ സ്വീകരിക്കുകയും നമ്മുടെ ജീവിതത്തിലേക്ക് കുശുമ്പ്, വെറുപ്പ്, വിദ്വേഷം, അരിശം, കോപം, ദൂഷണം ഇങ്ങനെയുള്ളതൊക്കെ കടന്നു വരുമ്പോൾ അതിനെ പുറന്തള്ളുകയും ചെയ്താൽ നമ്മുടെ ജീവിതം എത്ര സന്തോഷമുള്ളതായിത്തീരും. നന്മയെ സ്വീകരിക്കുക, ശരീരത്തെയും മനസ്സിനെയും മലിനമാക്കുന്നത് പുറന്തള്ളിക്കളയുകയും ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.